കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നിർണായക യോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ദില്ലിയിൽ ചേരും. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ഉണ്ടാവുക. യോഗത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തേക്കുമെന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, നേരത്തെ രാഹുൽ ഗാന്ധി ഈ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുമെന്നുള്ള സൂചനകളായിരുന്നു. പക്ഷേ നിർണായകമായ യോഗം 4 മണിക്ക് നടക്കുമ്പോൾ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയും എത്തും എന്നാണോ നമുക്കിപ്പോൾ അറിയാനാകുന്നത്? അങ്ങനെയെങ്കിൽ ആ യോഗത്തിൽ ആരൊക്കെ? ഖാർഗെ, രാഹുൽ ഗാന്ധി, വേറെ ആരൊക്കെ? സോണിയാഗാന്ധി പങ്കെടുക്കുമോ? സ്മൃതി, ഏറ്റവും നിർണായക ചർച്ചകളാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുക. നിലവിൽ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പുറമെ യോഗത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകും. ഒപ്പം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൂടെ ഉണ്ടാകും. രമേശ് ചെന്നിത്തല, VD സതീശനും KC വേണുഗോപാലും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കൂടി യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. ആദ്യം ഒരുമിച്ചുള്ള കൂടിക്കാഴ്ചയും പിന്നീട് പ്രത്യേകം അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം അവരെ അറിയിച്ച അതിൽ തർക്കങ്ങളുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതിനുശേഷം മാത്രമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നതാണ് കാത്തിരിക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ പിന്നീട് അങ്ങോട്ട് മാരത്തോൺ ചർച്ചകളാകും. ഇന്ന് രാത്രിയോടെ തന്നെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടയിൽ മറ്റെന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായാൽ അതൊക്കെ ഈ തീരുമാനത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്താണെങ്കിൽ വലിയ രീതിയിൽ VD സതീശന് അനുകൂലമായ പ്രകടനങ്ങൾ ഉൾപ്പെടെ അരങ്ങേറിയതൊക്കെയുണ്ട്. അതൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് ഇന്ന് 4 മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ. ഒരുപക്ഷെ വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി മറ്റെന്തെങ്കിലും ഫോർമുല ഉരുത്തിരിയുമോ എന്നത് പ്രധാനമാണ്. അതിനൊപ്പം അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ സോണിയാഗാന്ധി ഇടപെടാനുള്ള സാധ്യതയുമുണ്ട്. തർക്കങ്ങൾ രൂക്ഷമാവുകയാണെങ്കിൽ സോണിയാഗാന്ധി ഇടപെട്ട അതിൽ ഒരു അനുനയത്തിലൂടെ ഐക്യകണ്ഠേന തീരുമാന പ്രഖ്യാപനത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഏതായാലും അതും പ്രതീക്ഷിക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധി മാത്രമായിരിക്കും. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള MP എന്ന നിലയിൽ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ തർക്കങ്ങൾ രൂക്ഷമാകുകയാണെങ്കിൽ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് ഒരുപക്ഷെ നേതാക്കൾ എല്ലാവരും പോയി അവിടെ വെച്ച് അന്തിമ തീരുമാനമെടുക്കാനാണ് സാധ്യത. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഖാർഗെയുടെ വസതിയിൽ വൈകിട്ട് 4 മണിക്കാണ് നിർണായക യോഗം നടക്കാനിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. വ്യത്യാസം മനസ്സിലാക്കൂ.